നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ പാലക്കാടുള്ള കൊങ്ങാട് എന്ന ഒരു സാധാരണ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല. ഒറ്റനോട്ടത്തിൽ ശാന്തമെന്ന് തോന്നാമെങ്കിലും ഇന്ന് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകൾ നേരിടുന്ന വലിയ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയെല്ലാം ഒരു നേർക്കാഴ്ച നമുക്ക് കൊങ്ങാടിൽ കാണാൻ സാധിക്കും. അതെ, കൊങ്ങാടിന്റെ കഥ ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ഭാവിയുടെ ഒരു സൂചനയായിരിക്കാം. അപ്പോ ഈ മാറ്റങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 4 കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യം കൊങ്ങാട് എന്ന മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം, പിന്നെ അവിടത്തെ സാധാരണക്കാരായ വോട്ടർമാരെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്, അവസാനം ഈ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള വഴി എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൊങ്ങാടിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നറിയണം. അവിടുത്തെ ജനങ്ങളെയും ഭൂപ്രകൃതിയെയും രാഷ്ട്രീയത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് ഒരു നഗരത്തെക്കുറിച്ചല്ല. ഇതൊരു 100% ഗ്രാമീണ മണ്ഡലമാണ്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയമെന്ന് പറയുന്നത് മണ്ണറിഞ്ഞുള്ള രാഷ്ട്രീയമാണ്. ഓരോ വോട്ടർമാരുടെയും ജീവിതം കൃഷിയുമായും പ്രാദേശികമായ കാര്യങ്ങളുമായും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി ഈ കാണുന്ന കണക്കുകൾ നോക്കൂ. ഇത് വെറും നമ്പറുകളല്ല. ഇതാണ് കൊങ്ങാടന്റെ സാമൂഹിക ഘടനയുടെ കാതൽ. 67% ഹിന്ദുക്കൾ, 29% മുസ്ലിം സമുദായാംഗങ്ങൾ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ജനസംഖ്യയുടെ ഏകദേശം 15% പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടുതന്നെ ഇവരുടെ നിലപാടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമാകും. ഇത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഫലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, അതായത് LDFന് 49% വോട്ടോടെ വ്യക്തമായ വിജയം. UDF രണ്ടാമത്. പക്ഷേ എന്റെ ശ്രദ്ധ പോകുന്നത് ആ മൂന്നാമത്തെ നമ്പറിലേക്കാണ്. BJPക്ക് കിട്ടിയത് ഏകദേശം 20% വോട്ട്. ഒരു മൂന്നാം ശക്തിയുടെ ഈ വളർച്ച, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന് അടിസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് വോട്ടർമാരെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ? നമുക്ക് അതിലേക്ക് കടക്കാം. കാരണം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ രൂപപ്പെടുത്തുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഇവിടെ ഒരുമിച്ചു വരുന്നത്. 1. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന വിലക്കയറ്റം. 2. ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ഗൾഫ് മേഖലയിലെ പ്രതിസന്ധിയും തുടർന്നുണ്ടായ തൊഴിലില്ലായ്മയും. 3. വന്യജീവി ആക്രമണം. ഇത് കർഷകരുടെ ജീവന്റെയും ഉപജീവനത്തിന്റെയും പ്രശ്നമാണ്. 4. ക്ഷേമ പദ്ധതികൾ കിട്ടുന്നുണ്ട്, പക്ഷേ ആളുകൾക്ക് അതിനപ്പുറം സ്ഥിരമായ ഒരു ജോലിയും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വേണ്ടത്. 5. മാറുന്ന ജാതി സമവാക്യങ്ങൾ. ഈ 5 പ്രശ്നങ്ങളും ചേർന്ന് വോട്ടർമാരുടെ മനസ്സിൽ ഒരു വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. ഇവിടെയാണ് ഈയൊരു വാചകം വളരെ പ്രസക്തമാകുന്നത്. സൗജന്യങ്ങൾക്കപ്പുറം ഞങ്ങൾക്ക് വേണ്ടത് നല്ല റോഡും വെള്ളവും ഒരു സ്ഥിര വരുമാനവുമാണ്. വോട്ടർമാരുടെ മുൻഗണനകൾ മാറുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇതിന് നമുക്ക് ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്ന് തന്നെ വിളിക്കാം. ഇനി ഈ കണക്ക് നോക്കൂ. 70%. ഗൾഫിൽ നിന്ന് സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിവന്നവരിൽ 70%നും ഇന്ന് ജോലിയില്ല. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഓരോ കുടുംബത്തെയും എത്രമാത്രം ആഴത്തിലിത് ബാധിക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെ വരുമാനം നിന്നു ഭാവി അനിശ്ചിതത്വത്തിലായി. ഓക്കേ, അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം അതൃപ്തി. സ്വാഭാവികമായും അടുത്ത ചോദ്യം: ഈ അതൃപ്തരായ വോട്ടർമാർ എങ്ങോട്ടാണ് നീങ്ങുന്നത്? അവരുടെ വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കണക്കുകൾ ആ കഥ വ്യക്തമായി പറയും. 2011 7.5% BJPയുടെ വോട്ടുവിഹിതം 2021 ആകുമ്പോഴേക്കും ഏകദേശം 20%ത്തിലേക്ക് കുതിച്ചുയർന്നു. 10 വർഷം കൊണ്ട് സംഭവിച്ച ഈ മാറ്റം കേരളത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ്. അതേസമയം മറുവശത്ത് എന്തു സംഭവിക്കുന്നു? പ്രധാന പ്രതിപക്ഷമായ UDFന് വോട്ട് കുറയുന്നു. 2016 നിന്ന് 2021 വരുമ്പോൾ അവരുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവുണ്ടായി. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ചോർച്ചയുണ്ടെന്നാണ്. ഈ മാറ്റത്തിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് നമ്മൾ സ്ലീപ്പർ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ആരാണിവർ? ഒരു പാർട്ടിയോടും പ്രത്യേകിച്ചൊരു കൂറില്ലാത്തവർ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, ഗൾഫിൽ നിന്ന് മടങ്ങിയവരുടെ കുടുംബങ്ങൾ, വിദ്യാസമ്പന്നരായ പട്ടികജാതി വിഭാഗക്കാർ. ഇവരുടെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം കാണിക്കുന്നുവോ അവർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള, ആർക്കും പിടിച്ചെടുക്കാവുന്ന ഒരു വലിയ ന്യൂട്രൽ വോട്ടിംഗ് ബ്ലോക്കാണിത്. അപ്പോൾ ഈയൊരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് ഒരു പുതിയ രാഷ്ട്രീയ ശക്തിക്ക് അല്ലെങ്കിൽ ഒരു ചാലഞ്ചർക്ക് മുതലെടുക്കാൻ സാധിക്കുക? എന്തായിരിക്കണം അവർ മുന്നോട്ട് വെക്കേണ്ട ഒരു കർമ്മപദ്ധതി?
ഇതിനൊരു മറുപടിയായി മുന്നോട്ടു വയ്ക്കാവുന്നൊരു തന്ത്രമാണ് ചതുർമുഖ സിദ്ധാന്തം. 4 മുഖങ്ങളുള്ളൊരു തന്ത്രം. 1 അഗ്രഷൻ, അതായത് ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ ശക്തമായി തുറന്നുകാട്ടുക. 2 സ്റ്റെബിലിറ്റി, സാമൂഹിക സൗഹാർദ്ദവും സ്ഥിരതയുള്ള ഭരണവും ഉറപ്പു നൽകുക. 3 ഇന്നവേഷൻ, തൊഴിലവസരങ്ങൾക്കായി പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. 4 പ്രൊട്ടക്ഷൻ, അതായത് കർഷകരെയും സാധാരണ തൊഴിലാളികളെയും പോലുള്ള ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക. ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ഇതിന് വളരെ പ്രായോഗികമായ 3 വഴികളുണ്ട്. റേഷൻ പ്ലസ് പോലുള്ള പദ്ധതികൾ വിലക്കയറ്റത്തിന് തൽക്ഷണ ആശ്വാസം നൽകും. ഗ്രാമങ്ങളിലെ റോഡുകളും കുടിവെള്ള പദ്ധതികളും പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന മാറ്റങ്ങളുണ്ടാക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതാണിന്ന് ജനങ്ങൾക്ക് ആവശ്യം. അപ്പം നമ്മൾ കൊങ്ങാടിന്റെ ഈ കഥയിലൂടെ എത്തിച്ചേരുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. സാമ്പത്തികമായി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കുന്ന രാഷ്ട്രീയത്തിനാണോ അതോ പരമ്പരാഗത രാഷ്ട്രീയ കൂറിനാണോ പ്രാധാന്യം? കൊങ്ങാട് നൽകുന്ന സൂചന മാറ്റം അനിവാര്യമാണെന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നവർക്ക് ഇടമുണ്ടെന്നുമാണ്. ചിന്തിക്കുക.